ശ്രദ്ധിക്കണമെന്ന് അമ്മാമ്മയ്ക്ക് നിർബന്ധവുമില്ല. പത്തായപ്പേരയുടെ കൂട്ടൊന്ന് മാറണം. കറുപ്പൻ കേട്ടാൽ മൂളും. കറുപ്പാ, അടിയൻ ഇവിടെ ഉണ്ടേ, അനക്ക് നിശ്ചയുണ്ടോ? അന്ന് എഴുത്തച്ഛൻ താമസിക്കണത് ഈ മുറിയിലാ. പത്തായപ്പുരയുടെ താഴത്തെ മുറി ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറയും. നായർ സമുദായത്തിലെ കുട്ടികൾ മുഴുവൻ എഴുതാൻ വരിക ഇവിടെയാ. അപ്പോഴേക്ക് അമ്മയും വലിയമ്മയും കൂടി ഊണുണ്ടാക്കി കഴിഞ്ഞിരിക്കും. വലിയമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, തന്ത ഒരു പിടി തിന്നാൻ വെച്ചിട്ടാ വരിക. ഗോവിന്ദമാമയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്, അക്കാര്യം പറയാറില്ല. ഉമ്മറത്തിരിക്കുന്ന സമയം മുഴുവൻ പഴയ കഥകൾ പറയുകയാവും. ഊണ് കഴിഞ്ഞ് താഴത്തെ കോലായിൽ പുല്ലുപായ നിവർത്തിയിട്ട് ഒന്ന് കിടന്ന് പോകാൻ ഭാവിക്കുമ്പോൾ അകത്തേക്കൊരു ചോദ്യം എറിയും. വിശേഷിച്ചൊന്നുമില്ലല്ലോ. ആരും മറുപടി പറയാറില്ല. ഞാൻ ഇറങ്ങണോ? തെക്കിനിയിലെ ഇരുട്ടിനോടാവും യാത്ര പറയുന്നത്. ചിലപ്പോൾ മുറ്റത്തിറങ്ങിയാൽ ശബ്ദം താഴ്ത്തി വിളിക്കും, ഉണ്ണിമായ ഇവിടെ വന്നാ. അമ്മ മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലും. രഹസ്യമായി എന്തോ പറയും. കുടുംബക്കാര്യം എന്നാണ് തോന്നുക. അമ്മ 8 അണ കൊണ്ടുവന്ന് കൊടുക്കും. അതരയിൽ തിരുകി മുളവടി കുത്തി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഇറങ്ങിപ്പോകും. വലിയമ്മ അമ്മയെ ശാസിക്കാറുണ്ട്. ചോദിക്കുമ്പോ നീ ഇങ്ങനെ കൊടുക്കണത് പങ്ങോടെ കള്ളുഷാപ്പിൽ പൊലിക്കാനുള്ളതല്ലേ? അമ്മടെ കാരണവരായിപ്പോയില്ലേ. അമ്മയ്ക്കതാണ് സമാധാനിക്കാനുള്ളത്.